ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് ബി.ജെ.പിയുടെ രണ്ടാം ഘട്ട പട്ടിക പുറത്ത്. കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാകും. ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ മത്സരിക്കും. നാട്ടികയിൽ സി മുകുന്ദൻ CPIയിൽ നിന്നെത്തിയ MLA സി മുകുന്ദനെ ബി.ജെ.പി സ്ഥാനാർത്ഥിയാക്കുകയാണ്. ശരത് ലാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, MT രമേശ് ഈ പട്ടികയിൽ ഉണ്ടോ? എന്താണ് MT രമേശിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ? അതോടൊപ്പം പട്ടികയിലെ മറ്റ് ആളുകൾ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറയേണ്ടി, പട്ടികയിൽ പ്രധാനപ്പെട്ടത് MA ജോബ്, കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ബി.ജെ.പി MA ജോബ് സ്ഥാനാർത്ഥിയായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയാണ്, ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാണ് MA ജോബ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട MD രമേശ് ഈ പട്ടികയിലില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. MD ഇപ്പോൾ ഉല്ലാസ് ബാബുവിനുണ്ട്, അതായത് ഗുരുവായൂർ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ മത്സരിപ്പിക്കുന്നു എന്നുള്ളത്. ബി.ജെ.പിയുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളായ ഈ ഗോപാലകൃഷ്ണനാണ് ഗുരുവായൂരിൽ മത്സരിക്കുന്നത്. അതുപോലെ നമ്മളെ സംബന്ധിച്ചോളം സ്ത്രീകൾക്ക് പട്ടികയിലുണ്ട്. രേണുക സുരേഷ്, അതായത് കൊങ്ങാടിൽ ശ്രീമതി രേണുക സുരേഷ് മത്സരിക്കുന്നു. അതേപോലെ തന്നെ പട്ടാമ്പിയിൽ P മനോജാണ്. അതേപോലെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, തൃത്താലയിൽ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മത്സരിക്കുന്നു, P ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട K നാരായണൻ മാസ്റ്റർ മത്സരിക്കുന്ന തിരൂരാണ്. ഇതിൽ ബി.ജെ.പിയുടെ 30 അംഗ പട്ടികയാണ് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ മത്സരിക്കുന്നു എന്നാണ്. നേരത്തെ ആറന്മുള സീറ്റ് MD രമേശിന് നൽകുമെന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. MD രമേശിന് മത്സരിക്കാൻ താല്പര്യമില്ല, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കും എന്നാണ് MD രമേശിൻ്റെ വാദം. അതുകൊണ്ട് തന്നെ MD രമേശ് സ്വയം പിൻവാങ്ങിയിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള കേന്ദ്രങ്ങൾ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ബി.ജെ.പിയുടെ 30 അംഗ പട്ടിക കൂടി വന്നതോടെ അതിൽ പ്രധാനപ്പെട്ടത് അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ബി.ജെ.പിയിലേക്ക് മാറിയ അംഗത്വം സ്വീകരിച്ച നാട്ടിക MLA മുകുന്ദനെ സി മുകുന്ദനെ ബി.ജെ.പി പട്ടികയിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 39 പട്ടിക കൂടി വരുന്നതോടെ ബി.ജെ.പിയുടെ ഏകദേശ ധാരണയിൽ പോകുന്നു. കണ്ണൂർ ധർമ്മടത്തുണ്ട്, എല്ലാ സ്ഥലത്തും ഏകദേശം പട്ടിക പൂർത്തിയാക്കിയിട്ടുണ്ട്.